ഹായ് കൂട്ടുകാരെ, ഞാനിന്ന് ഒരു അച്ചാർ ചെയ്യാം. ചന്തച്ച നമ്മൾ വീട്ടിലുള്ള കുറച്ച് മാങ്ങ ഇഞ്ചി കേട്ടിട്ടുണ്ടോ? മാങ്ങ ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, പിന്നെ കാന്താരി, കറിവേപ്പില, വറ്റൽമുളക്, കുറച്ച് കായപ്പൊടി തീർന്നു വരും, അപ്പോൾ ചെറിയൊരു കായത്തിൻ്റെ കട്ട, പിന്നെ കടുകെണ്ണ ഇട്ടിട്ട് ഒരു അച്ചാർ വയ്ക്കും. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള 20 മിനിറ്റിലാണ് അച്ചാറാക്കുന്നത്. അതാക്കി പെട്ടെന്നൊന്ന് മാറ്റിയാൽ മതി. 20 മിനിറ്റ് ഇതിലേക്ക് കുറച്ച് കടുകെണ്ണ, ചൂടായി വരുമ്പോൾ കടുക്, വറ്റൽമുളക്, കറിവേപ്പില ഇട്ടിട്ട് നല്ലോണം തിളച്ച് വന്നു. നല്ല ഒരു 10 മിനിറ്റായി തിളക്കും. നല്ല കുറുകി വന്നു. അപ്പോൾ ഉപ്പ്, കല്ലുപ്പാണ്. നല്ലോണം ചാറടി നല്ലത്. അപ്പോൾ ഇതിന് തീ ഓഫാക്കി മാങ്ങ ഇഞ്ചിയും വെളുത്തുള്ളി മുറിച്ച് വെച്ചത്, കാന്താരി, മാങ്ങ ഇഞ്ചി മുറിച്ച് വെച്ച മാങ്ങ ഇട്ട് നല്ലോണം ഉപ്പെല്ലാം ഇട്ട് മാങ്ങ ഇഞ്ചിൻ്റെ ഇതിൽ ഒരു മാങ്ങയല്ല, മാങ്ങ ഇഞ്ചി, ആ മാങ്ങയും ഇതും കൂടി നല്ലോണം ഉപ്പെല്ലാം പിടിച്ച് വരുമ്പോൾ നല്ല ടേസ്റ്റാണ് സുഹൃത്തുക്കളെ. മാങ്ങ ഇഞ്ചി ഉള്ളത് കൊണ്ടാണ്. അല്ലാതെ ആ മാങ്ങ ഇഞ്ചി ഇട്ടുകൊണ്ട് വിനാഗിരി ഒന്നും വേണ്ട. ഇത് കുറച്ച് നല്ലോണം ആറി വരുമ്പോൾ കുപ്പിയിലാക്കി വെക്കുക. സിമ്പിളാണ്, പെട്ടെന്നാകുമല്ലോ. എന്നിട്ട് നമുക്ക് രണ്ടാഴ്ചത്തേക്കുണ്ട് അടച്ചു വയ്ക്കും. ഇത് ആറിയപ്പോൾ വേവിച്ചിട്ട് കുപ്പിയിലേക്കാക്കി അച്ചാർ. ആ മാങ്ങ ഇഞ്ചിട്ടുണ്ട് നല്ല ഡിഷാണ്. ഇങ്ങനെ മാങ്ങയും മാങ്ങ ഇഞ്ചി കൂടി അച്ചാർ.